നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകരമാകുന്ന സിമ്പിൾ ആൻഡ് അച്ചീവബിൾ ഹാബിറ്റ്സ് ഏതൊരവസ്ഥയിൽ നിന്നും നമ്മുടെ ജീവിതത്തെ ഒരടുക്കും ചിട്ടയിലേക്കും കൃത്യനിഷ്ഠയിലേക്കുമൊക്കെ എത്തിക്കാൻ വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ല. ചിലപ്പോൾ ചെറിയ സ്ഥിരമായ ശീലങ്ങൾ ഏറ്റവും അഗാധമായ സ്വാധീനം ചെലുത്തും. ഓരോ ദിവസവുമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഒരു വർഷമാകുമ്പോഴേക്കും 365 തവണയാകുമല്ലോ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുന്ന കുറച്ച് ശീലങ്ങളിതാ. നമ്പർ 1, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. പുതിയൊരു ദിനം നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾക്കുള്ള മറ്റു കാര്യങ്ങളിൽ താങ്ക്ഫുൾ ആയ ഒരു മൈൻഡോടുകൂടി ഓരോ ദിവസവും ആരംഭിക്കുക. ഇങ്ങനെ ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ടുവരാനും അതുവഴി കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് എത്താനാകുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്പർ 2, സെറ്റ് ഡെയിലി ഇന്റൻഷൻസ്. എല്ലാ ദിവസവും രാവിലെ ആ ദിവസത്തിനായി ഒരു ഇന്റൻഷൻ, ഉദ്ദേശ്യം സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ എങ്ങനെ ആകണം, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഇന്ന് കുറച്ചുകൂടി ക്ഷമയോടെ പ്രവർത്തിക്കും, ഇന്ന് ഞാൻ എന്റെ ദേഷ്യം കുറയ്ക്കും, എല്ലാവരോടും സ്നേഹത്തോടെ ദയയോടെ പെരുമാറും, ഇന്ന് ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ പ്രവർത്തിക്കും, ഇന്ന് ഞാൻ ടൈം മാനേജ് ചെയ്യും, സോഷ്യൽ മീഡിയ കുറയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള സെൽഫ് കറക്ഷൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കൂടി ഭാഗമാണ്. ഇങ്ങനെയുള്ള ഇന്റൻഷൻസ് ഡെയിലി ചെയ്യുന്നതിലൂടെ അവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും വളരെയധികം ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരികയും ചെയ്യും. നമ്പർ 3, എക്സ്പാൻഡ് യുവർ നോളജ്. ഡെയിലി ഒരു 30 മിനിറ്റ്സ് പുതിയതായി എന്തെങ്കിലും പഠിക്കാനും അറിയാനുമായി മാറ്റിവെക്കുക. അത് ബുക്ക് വായനയോ ഓൺലൈൻ കോഴ്സോ എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് മീഡിയവുമാകാം. തുടർച്ചയായ പഠനം നിങ്ങളുടെ മൈൻഡിനെ ഷാർപ്പാക്കി നിലനിർത്തും, പുതിയ അവസരങ്ങൾക്ക് വഴി തുറക്കും, നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് വളരെയധികം സഹായകമാവുകയും ചെയ്യും. നമ്പർ 4, വിഷ്വലൈസേഷൻ. ഡെയിലി കുറച്ച് മിനിറ്റുകൾ എടുത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ കാണുക. അതിനായി ഇനി എന്തൊക്കെ ചെയ്യണം, ചെയ്തു കഴിഞ്ഞാലുള്ള റിസൾട്ട്, ഇവ മനസ്സിൽ കാണുന്നത് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകും. അത് ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നമ്പർ 5, മണി. സാമ്പത്തിക കാര്യങ്ങൾക്കായി ഓരോ ദിവസവും കുറച്ച് സമയം ചെലവാക്കുക. വരവ് ചെലവുകൾക്ക് കൃത്യമായ ബജറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ സേവിങ്സ് ഗോൾ സെറ്റ് ചെയ്യുക. കൃത്യമായ ഫിനാൻഷ്യൽ ഓവർസൈറ്റ് പണപരമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കാനും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനും നമ്മൾ സാമ്പത്തിക സ്ഥിരത വളർത്താനും സഹായിക്കും. നമ്പർ 6, ഡീക്ലട്ടർ യുവർ മൈൻഡ്. ഡെയിലി കുറച്ച് മിനിറ്റ്സ് എടുത്ത് നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നീക്കം ചെയ്യുക. അത് മെഡിറ്റേഷനിലൂടെയോ ജേർണലിംഗിലൂടെയോ വെറുതെ കുറച്ചു നേരം നിശബ്ദമായി ഇരിക്കുന്നതിലൂടെയോ ആകാം. അങ്ങനെ റിഫ്രഷ്ഡ് ആയ ഒരു മൈൻഡിൽ കോൺസെൻട്രേഷൻ കൂടും, സ്ട്രെസ് കുറയും, മെന്റൽ ക്ലാരിറ്റി വർദ്ധിക്കും. നമ്പർ 7, വാക്കിംഗ്. ദിവസവും രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും കുറച്ചു നേരം ഒരു മൈൻഡ്ഫുൾ വാക്കിനായി മാറ്റിവെക്കുക. ഇത് നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നു, മനസ്സിന് റിലാക്സേഷൻ നൽകുന്നു. മൈൻഡ്ഫുൾ വാക്ക് എന്നാൽ നിങ്ങളുടെ ഓരോ ചുവടും ചുറ്റുപാടും അറിഞ്ഞുകൊണ്ടുള്ള നടത്തം. ഇത് നിങ്ങളെ പ്രസന്റ് മൊമെന്റിൽ നിലനിർത്താൻ സഹായിക്കും. നമ്പർ 8, കൈൻഡ്നസ്. ദിവസവും മറ്റുള്ളവരോട് ദയാപൂർവം പെരുമാറുക. അതൊരു ചെറു പുഞ്ചിരി ആയാൽ പോലും ദയ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയൊരു ഡെയിലി റൂട്ടീൻ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. താങ്ക് യു.